بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചും കഴിവിന്റെ പരമാവധി അവന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ചും ജീവിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നാം ഉണ്ടാകണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ മതം ചിന്തക്കും ആലോചനക്കും ബുദ്ധിക്കുമൊക്കെ ഏറെ പ്രാധാന്യം നൽകിയ മതമാണ്. പ്രപഞ്ചത്തിൽ കാണുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ് അള്ളാഹു പറയുന്നത്. ഓരോ ഉദാഹരണങ്ങളിലേക്കും കടന്ന കുറെ സമയത്തിന് വേണം. മലകളെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടപ്പെട്ടിരിക്കുന്നത്. പർവ്വതങ്ങളുണ്ട്, കുന്നുകളുണ്ട്, മലകളുണ്ട്. നമ്മളതിനെ കണ്ട് അങ്ങനെ പോയാൽ പോരാ. എങ്ങനെയാണിത് ഈ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ചിന്തിക്കണം. ഒട്ടകം അതൊരു അത്ഭുത ജീവിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലല്ല. ആ ഒട്ടകത്തെ എങ്ങനെയാണ് അല്ലാഹു തആല സംവിധാനിച്ചത്, സൃഷ്ടിച്ചത്? അതിന്റെ പൂഞ്ഞക്കുള്ള പ്രത്യേകത എന്താണ്? അതിന്റെ ശരീരത്തിൽ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള കഴിവിനെക്കുറിച്ച് ജന്തുലോക ശാസ്ത്ര വിദഗ്ധന്മാർ അത്ഭുതത്തോടുകൂടി പറയുന്നത് എന്തൊക്കെയാണ്? അത് കൂടുതലും സഞ്ചരിക്കുന്നത് മരുഭൂമിയിലായതുകൊണ്ട് അതിന്റെ കാല് നിലത്തുനിന്ന് ഉയരുമ്പോൾ കൂടുകയും നിലത്തേക്ക് വെക്കുമ്പോൾ പരക്കുകയും ചെയ്യുന്ന അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കണം. കാലിങ്ങനെ പൊന്തിക്കുമ്പോൾ അത് കൂടും, മണലിലേക്ക് വെക്കുമ്പോൾ പരക്കും. അതെന്തിനാ? അത് മണലിലാണ് നടക്കാനുള്ളത്. ആ ഷാർപ്പ് ഉണ്ടെങ്കിൽ അത് നടക്കാൻ പ്രയാസപ്പെടും കൂർത്തു നിന്നാൽ. അതിന്റെ സാധാരണ മൃഗങ്ങളെക്കാൾ അതിന്റെ കണ്ണിന് ചില പ്രത്യേകതയുണ്ട്. മണൽക്കാറ്റുകൾ എപ്പോഴും അടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തു കൂടിയാണ് ഇതിന്റെ യാത്ര. അതിന്റെ കൺപോളൊക്കെ പ്രത്യേകതയുണ്ട്. ഭൂമി ഉരുണ്ടതാണ് എന്ന് ശാസ്ത്രലോകം പറയുന്നു, നമ്മളും വിശ്വസിക്കുന്നു, എല്ലാ കാര്യങ്ങളും അത് പഠിപ്പിക്കുന്നു. പക്ഷെ നമുക്ക് വാഹനം ഓടിക്കാൻ, നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു മൈതാനം പോലെ അല്ലാഹു തആല ഈ ഭൂമിയെ വിധാനിച്ചു തന്നു. അപ്പൊ പർവ്വതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോ, ഒട്ടകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ അതിലൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയാനാണ് അല്ലാഹു തആല അത് സൂചിപ്പിച്ചത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല.
ഇപ്പൊ ചിന്തിക്കണമെന്ന് പറയുന്ന ഒരു മതമാണ് അള്ളാന്റെ മതം. എന്നാ ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. ളുഹൂർ 4 നമ്മൾ കുറെ ആലോചിച്ചിട്ട് എന്താ കാര്യം? സുബഹി 2 എന്താ അങ്ങനെ 2 ആക്കിയത്? അതിനെക്കുറിച്ച് പിന്നെ ഗവേഷണമില്ല. ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവണം. വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. ളുഹൂർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ വീണ്ടും 4, സുബഹി 2. ഇതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാനുള്ളത്? അതൊരു ഇബാദത്താണ്. അത് അല്ലാഹു തആല അങ്ങനെ ചെയ്യണം എന്നാ പറഞ്ഞത്. അതിൽ പിന്നെ കുറെ ബുദ്ധിയും കുറെ ചിന്തയൊന്നുമില്ല. ഞാൻ അങ്ങനെ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. മഗ്രിബ് എല്ലാവർക്കും പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വരുന്ന സമയം അപ്പം 3 ആക്കി, ഇശായിന് വീണ്ടും 4 ആക്കി എന്ന് ചേകന്നൂര് ചിന്തിച്ച പോലെ ചിന്തിച്ചാൽ അവസാനം പറയും 3 വക്ത് മതി, അതിലും കുറച്ച് മതി. ആലോചന വെറുതെ പോവാണ്. അത് ചിന്തിക്കാൻ അല്ലാഹു തആല നമുക്ക് അവകാശം തന്നിട്ടില്ല. ഹജ്ജിന്റെ മനാസിക്കുകൾ, കർമ്മങ്ങൾ, അതിലെന്താ ബുദ്ധി? അപ്പൊ ബുദ്ധി കൊടുത്ത് ആലോചിക്കാൻ പറഞ്ഞു. ഖുർആനിൽ 200-ലധികം സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നൊക്കെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പൊ ജംറയിൽ എന്തിനാ കല്ലെറിയുന്നത്? പിശാചിനെറിഞ്ഞതാണ്. നമ്മളോട് അതിനെ സ്മരിച്ചുകൊണ്ട് എറിയാൻ പറഞ്ഞു. ഞാനൊരു ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത്. അതുകൊണ്ട് പാകിസ്ഥാനികൾ ബുദ്ധി കൊടുത്തിട്ട് ആലോചിച്ചിട്ട് പറയണേ പിശാചിനെ എറിയണത് വെറുതെ ഇങ്ങനെ 7 ചെറുക്കലെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് തുണിയിൽ ഒളിപ്പിച്ചിട്ടൊക്കെ വലിയ കല്ല് കൊണ്ടുപോയിട്ട് എറിയണം. കല്ലങ്ങോട്ട് വലിയ കല്ല് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തതുകൊണ്ട് ചെരിപ്പൂരി എറിയാൻ. അവരെ തടുത്ത അവർ പറയും നിങ്ങൾ തമാശ കളിക്കുക, സാത്താൻ എറിയണ്. ഇങ്ങനെ 7 ചെറുക്കലെടുത്ത് ഇങ്ങനെ തമാശ കിട്ടിട്ട് കാര്യമില്ല. അവിടെ അല്ലാഹു തആലയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് പറഞ്ഞു 7 ചെറുക്കലെടുത്ത് ജംറയിലേക്ക് എറിയാൻ. അത് അനുസരിക്കണം. അതൊരു ഇബാദത്താണ്. ഹാജറ ബീവി സഫേന്ന് മറവയ്ക്കും മറവെന്ന് സഫേക്കും ഓടിയതെന്തിനാ? കാലിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് വെള്ളത്തിന് ഏറ്റവും ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയം വെള്ളം കിട്ടാതെ വന്നപ്പോ വെള്ളം എവിടെങ്കിലും ഉണ്ടോന്നറിയാനാ ഈ കുന്ന് കയറിയത്. അവിടെ നിന്നൊക്കെ നോക്കി എവിടെയും കാണാനില്ല. തിരിച്ച് വീണ്ടും ആ മറ്റേ കുന്നിലേക്ക് കയറി, അവിടുന്ന് നോക്കിയിട്ട് കാണാനില്ല. അപ്പൊ നമ്മൾ ഒരു സംഭവം നഷ്ടപ്പെട്ടാല് ഒരു അലമാര ഫുള്ള് തപ്പി ശരിക്കും നോക്കിയിട്ടുണ്ട്. അടുത്ത അലമാര നോക്കി, ഈ അലമാരയിൽ കാണില്ല, ഈ പിന്നെ അലമാര ഒന്നുകൂടി നോക്കും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. സൊഫയെന്ന് മറവേക്ക് ഓടുക, മറവേന്ന് സൊഫയ്ക്ക് ഓടുക. ആദ്യ നോട്ടത്തിൽ കാണുന്നില്ല, രണ്ടാമത്തെ നോട്ടത്തിലും കാണുന്നില്ല, പിന്നെയും ഓടുകയാണ്. വെള്ളമുണ്ടോ നോക്കാൻ വേണ്ടി ഓടുക. നമ്മളോട് എന്തിനാ അള്ളാഹു ഓടാൻ പറഞ്ഞ്? ഉംറയ്ക്ക് പോകുന്നവരും ഹജ്ജിന് പോകുന്നവരൊക്കെ സഫയെന്ന് മറവേക്കും മറവേന്ന് സഫയ്ക്ക് ഓടാൻ പറഞ്ഞതിന്റെ ബുദ്ധി എന്താ? ആലോചിക്കണം നമ്മളെല്ലാരും. അതിലെന്താ ബുദ്ധി? അള്ളാഹു പറഞ്ഞോട് ഇബാദത്ത് ചെയ്യുക എന്നതല്ലാതെ ഹജറ ബീവി വെള്ളത്തിനോടി നമ്മളെന്തിനാ ഓടുന്നേ? ഒരു പ്രത്യേക പച്ച ലൈറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇവിടെ വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രത്യേക ഓട്ടം ഓടണം ആണുങ്ങളൊക്കെ. എന്തിനങ്ങനെ ഓടുന്നത്? ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നിങ്ങൾ സഫയെന്ന് മറവേക്ക് ഓടുന്നു, മറവേന്ന് സഫയ്ക്ക് ഓടുന്നു, എന്തിന്? നമ്മൾ വെള്ളം അന്വേഷിച്ച് ഓടുക? നമുക്ക് ഒറ്റ മറുപടിയെ പറയാനുള്ളൂ. ഹാജറ ബീവി ഓടിയതിനെ സ്മരിച്ചുകൊണ്ട് റബ്ബായ സൃഷ്ടാവായ അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കൊടുത്ത് നമ്മളോട് പറഞ്ഞു, അതിനെ സ്മരിച്ച് നിങ്ങൾ ഓടണം. അത് ഞങ്ങൾ അനുസരിക്കുന്നു. അല്ല എന്തായാലും ബുദ്ധി? അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറയാൻ പറ്റും. അലി റളിയല്ലാഹു പറയാണ്, ഇസ്ലാം ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുക നമ്മുടെ കാഴ്ചപ്പാടിൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ യാത്രക്കാരന് 3 ദിവസവും നാട്ടിലുള്ള മുഖീമിന്, നാട്ടിൽ നിൽക്കുന്ന സാധാരണ നാട്ടിലുള്ള ഒരാൾക്ക് 1 ദിവസവും ഖുഫയുടെ മുകളിൽ തടവിയാൽ മതി. നമ്മൾ ഒലുവെടുത്തിട്ടാണ് നമ്മുടെ ഖുഫ അണിഞ്ഞത് കാലില്. എന്നാൽ പിന്നെ 1 ദിവസം മുഴുവൻ നമുക്കത് ഊരേണ്ട ആവശ്യമില്ല. നമ്മൾ സുബഹിക്കത് ഒലുവോടുകൂടി അണിഞ്ഞതാ. പിന്നെ ളുഹറിന് നമ്മൾ നാട്ടിലുണ്ടെങ്കിലും അത് ഊരേണ്ട ആവശ്യമില്ല. സാധാരണ ഒലെടുക്കുന്ന പോലെ ഒലെടുത്ത്
ആ ഖുഫയുടെ മേലെ ഒന്ന് തടവിയാൽ മതി. ഖുഫയുടെ മേലെ. എന്നിട്ട് അലി റളിയല്ലാഹു പറയാണ്, സാധാരണ പൊടിയൊക്കെ ഉണ്ടാകാൻ സാധ്യത എവിടെയാണ്? അടിയിലാണ്. അതാണ് ഇപ്പൊ നിലത്ത് ചവിട്ടുന്ന ഭാഗം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവാൻ പറഞ്ഞതോ മേലെയാണ്. അപ്പൊ ബുദ്ധിക്കടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തടവാൻ പറയേണ്ടത് അടിഭാഗത്തായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മുഖീമാണെങ്കിൽ, നാട്ടിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് ആ 5 നേരത്തെ നമസ്കാരത്തിന് അതിന്റെ മേലെ തടവിയാൽ മതി. യാത്രക്കാരന് 3 ദിവസം വരെ ഉപയോഗിക്കാം. അതിന്റെ മുകളിൽ തടവാനാണ് പറഞ്ഞത്. കണ്ടോ? ഇതൊക്കെ സഹാബികൾ അന്നത്തെ കാലത്ത് തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന റബ്ബിന്റെ മതം, അള്ളാഹുവിന്റെ മതം, പ്രിയപ്പെട്ടവരെ, നന്നായി ചിന്തിക്കാൻ ആവശ്യപ്പെട്ട മതമാണ്. ഒരുപാട് ചിന്തകന്മാർ അള്ളാഹുവിന്റെ ഈ മതം ഉൾക്കൊണ്ടവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഗവേഷകന്മാരുണ്ടായിട്ടുണ്ട്, തത്വചിന്തകന്മാരുണ്ടായിട്ടുണ്ട്, സയന്റിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം. അതിലൊന്നും തർക്കമില്ല. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ചിന്ത നടത്തി പുതിയ കണ്ടെത്തലുകൾ നടത്താൻ പറ്റില്ല. നമ്മുടെ ഇടക്കരയിൽ കരുനച്ചിയിൽ എങ്ങനെയാണോ നിസ്കാരം, അങ്ങനെ തന്നെ അമേരിക്കയിലും. ഇവിടെ 5 വക്താണ്, അവിടെ 5 വക്താണ്. ഇവിടെ സുബൈക്ക് 2 റക്അത്താണ് പ്രത്യേക സുന്നത്ത്, അവിടെയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇസ്ലാമിന്റെ പേരിൽ കുറെ ആളുകൾ പലതും കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ, അത് പ്രമാണത്തിൽ നിന്ന് പോയതുകൊണ്ടാണ്. അങ്ങനെയാണ് ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല പറയാ, വലക്കദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യവർഗത്തിൽപ്പെട്ട ടീമിൽ നിന്നും ജിന്ന് വർഗത്തിൽപ്പെട്ടവരിൽ നിന്നും ധാരാളം ആളുകളെ നാം നരകത്തിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നരകത്ത് പോണ ആളുകളാ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ. മനുഷ്യരെ പോലെ വേറൊരു സൃഷ്ടിയാണ്. പെറ്റുവരുന്ന, വിവാഹം കഴിക്കുന്ന, മക്കൾ ഉണ്ടാകുന്ന ഒരു ടീമാണ് ആര്? ജിന്നുവർഗം. ഇത് നമ്മൾ പറഞ്ഞല്ല, അള്ളയും അള്ളാഹിന്റെ റസൂലും പഠിപ്പിച്ചതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ടീമിൽ എന്തുണ്ട്? ധാരാളം ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അവർ ചിലപ്പോൾ നമ്മുടെ സംസാരം കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ക്ലാസ് കേട്ടിട്ട്, നബിയുടെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ജിന്നുകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ ആ കാര്യം മനസ്സിലായത്, ഇനി ഞങ്ങൾ ശിർക്ക് ചെയ്യൂല. അത് ഖുർആനിലുള്ളതാ, സൂറത്തുൽ ജിന്ന് അല്ലേ? പരിശുദ്ധ ഖുർആനിൽ പറയണേ, ഞാൻ അവിടെയൊക്കെ കിടക്കണില്ല. അപ്പൊ ഒരു കേൾക്കുന്നുണ്ട്. അതിൽ നല്ലവരാണ് കുറെ മനുഷ്യര്, പിഴച്ചുപോയ കുറെ ടീമുണ്ട്, അവരാണ് സാത്താന്മാർ, ശൈത്താന്മാർ. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും പിശാചുക്കളുണ്ട്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഈ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന സ്വഭാവമുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ശൈത്താനിൽ നിന്നും ജിന്നിന്റെ കൂട്ടത്തിലെ ശൈത്താന്മാരിൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. മിനൽ ജിന്നത്തി വന്നാസ്. അങ്ങനെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ശൈത്താന് തീരെ സിനിമക്ക് പോകാത്ത ഒരാളാണ്. ഓനെ പരിചയമില്ല, ഓനെ പരിചയപ്പെടുത്തി, ഇന്റെ ബൈക്കുണ്ട്, ഇന്റെ കാറുണ്ട്, ഇന്നത്തെ ഫുഡിന്റെ വക, ടിക്കറ്റിന്റെ വക ഓൻ കൊണ്ടുപോകും. ഓൻ ശൈത്താനാണ്. വ്യഭിചാരത്തിലേക്ക് ഇതുവരെ പോവാത്തൊരു ചങ്ങാതിയെ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ച് കൊണ്ടുപോകും. ഓൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ശൈത്താനാണ്. അതിൽ കുട്ടികൾ വായിക്കുന്ന മായാവി കഥയിലെ കൊമ്പും അത് രൂപമൊന്നും ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ശൈത്താനുണ്ട്, ജിന്നു വർഗത്തിൽപ്പെട്ടവരിലും ശൈത്താനുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തിൽ അല്ലാഹു തആല പറയാം, മനുഷ്യ കൂട്ടത്തിൽപ്പെട്ടവർക്കും ജിന്നു വർഗത്തിൽപ്പെട്ടവർക്കും നരകം അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് അവിടെ പ്രത്യേകത? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ ചിന്തിക്കേണ്ടത് അവർ ചിന്തിക്കൂല. ആവശ്യമില്ലാത്ത ചിന്തയായിരിക്കും. ഒരു മൊബൈൽ കിട്ടിയാൽ നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ആരെങ്കിലും അയച്ചൊരു നല്ല മെസ്സേജ് വായിക്കണമെന്നതുണ്ടാവില്ല. ഒരു നല്ല വീഡിയോ കാണണമെന്ന ചിന്ത ഉണ്ടാവില്ല. ഒരു നല്ല പ്രസംഗം കേൾക്കണമെന്ന ചിന്ത ഉണ്ടാവില്ല. മൊബൈൽ കിട്ടി ഒറ്റക്കായി ഉടനെ പൈശാചികമായ ചിന്തയാണ്. പലതിലേക്കും കാട് കയറാം. നല്ല ചിന്തിക്കാൻ പറ്റണില്ല. അല്ലാഹു തആല തുടർന്ന് പറയാണ്, വലഹും അയ്യുനുൻ. അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ.
കാണേണ്ടത് അവർ കാണുകയില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്. ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കുകയില്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അളൽ, നാക്കാലികളെക്കാൾ മോശാണ്. ഇന്ന് വെക്കേഷനാണ്, എത്ര ആളുകളാ പള്ളിയിൽ? സ്ഥലല്ല. ഈ മിക്കവാറും ആളുകളൊക്കെ നമ്മളെ നാട്ടിൽ സുബൈക്കും രാത്രിയൊക്കെ ഉണ്ട്, ചെറുപ്പക്കാരൊക്കെ. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, കേൾക്കാത്തോണ്ടൊന്നുമല്ല. അങ്ങനെ ഒരു ഒഴുക്കാണ്, ചിന്തിക്കണില്ല. സത്യല്ലേ? ജുമയ്ക്ക് മാത്രം വരുന്ന ആളുകളുണ്ട് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലൊക്കെ, ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ ഈ മിമ്പർന്ന് തുറന്നു പറയുന്നത് ആരും വേദനിപ്പിക്കാനോ വരുന്ന ഒരാൾ ഇല്ലാതാവാനൊന്നുമല്ല. നമ്മൾ ആലോചിക്കണത് നമുക്ക് വേണ്ടിയിട്ടാണ് ദീന്, അല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ല. നമുക്ക് കളിക്കാൻ നേരല്ലേ ഉണ്ട്. നമുക്ക് രാവിലെ യാത്രക്ക് പോകാൻ സമയം, ഒരു ടൂറ് തീരുമാനിച്ച പോകാൻ നമ്മൾ മുന്നൊരുക്കം നടത്തുന്നില്ല ഉണ്ട്. നമ്മുടെ ക്രിക്കറ്റിനും നമ്മുടെ ഫുട്ബോളിനും നമ്മുടെ മത്സരങ്ങൾക്കൊക്കെ നമുക്ക് സമയമില്ലേ? എല്ലാത്തിനും ഉണ്ട്. നമ്മുടെ ജോലിക്ക് സമയമില്ലേ? നമ്മുടെ വണ്ടി നമ്മൾ വൃത്തിയിൽ കൊണ്ടുനടക്കണില്ലേ? 5 നേരം അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സൗകര്യമില്ല. ഒരു കല്യാണത്തിന്റെ തലേ ദിവസം, അതിന്റെ തലേ ദിവസം എല്ലാ ചെറുപ്പക്കാരും ആക്റ്റീവാണ്. ആവണം, നമ്മളൊക്കെ സഹായിച്ചു കൊടുക്കണം. എന്തെങ്കിലും ഒരു പദ്ധതി നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ എല്ലാവരും കൂടിക്കൊടുക്കുന്നു, ഒക്കെ ഉണ്ടാവണം. ആ ഒരു ആവേശം അള്ളാന്റെ ദീനിനോടുണ്ടോ? കേൾക്കാത്തോണ്ടാ? കരുണച്ചിയുടെ മിമ്പറിൽ നിന്ന് നിസ്കാരത്തിന്റെ പ്രാധാന്യം കേൾക്കാത്തത് കൊണ്ടാണോ? അല്ല, അതാ ചിന്ത പോണില്ല. ബാക്കി എല്ലാത്തിനും ആലോചനയാണ്. നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട് നമ്മുടെ യൂണിറ്റിൽ, നമ്മുടെ ഈ മഹലിൽ ഒക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അങ്ങാടിക്കിറങ്ങേണ്ട സമയത്ത് അങ്ങാടിക്കിറങ്ങണം, എന്നാൽ 5 നേരം നിസ്കരിക്കും, ആ നിസ്കാരം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നിസ്കരിക്കേണ്ട ആളാണ് ഞാൻ എന്ന നിലക്ക് അത് കറക്റ്റ് ചെയ്തു പോകുന്നവരാണോ എന്ന് പള്ളിയിൽ വന്ന ഓരോരുത്തരും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചോദിച്ചു നോക്കി. ഉത്തരം എന്താ? നീ വീട്ടിൽ നിന്ന് കൂടി നിസ്കരിക്കാത്ത ഒരാളാണെങ്കിലോ ഓൻ ഇസ്ലാമിന്റെ ലിസ്റ്റിലേ ഇല്ല. നമ്മുടെ മഹലിൽ മെമ്പറായ ഒരാളുടെ വാപ്പയായിരിക്കും, ചിലപ്പോ മോനായിരിക്കും, അനുജനായിരിക്കും, ജ്യേഷ്ഠനായിരിക്കും. അള്ളാന്റെ റെക്കോർഡിൽ നിസ്കാരമില്ലാത്ത ഒരാൾ നമ്മളെ മഹലിലുള്ളത്. വീട്ടിൽ വള്ളിയൊന്നുമില്ല. ഓൻ അള്ളാന്റെ ലിസ്റ്റിൽ, ഇസ്ലാമിക ലിസ്റ്റിലേ ഇല്ല. മൻ തറക സ്വലാത്ത ഫഖദ് കഫറ, അവൻ കാഫിറാണ്. ഇവിടുത്തെ കൃഷ്ണൻകുട്ടി മരിച്ച പോലെ, ഇവിടുത്തെ ജോസഫ് മരിച്ച പോലെ, കേട്ടോ, ഇവിടുത്തെ ശ്രീധരൻ മരിച്ച പോലെ മരിച്ചുമ്പോ എല്ലാവരും ഇങ്ങനെ പോകും. കാരണം ഒരു മുസ്ലിം പേരിട്ട ആളാണ്. ഇവിടുത്തെ എല്ലാ റെക്കോർഡിലും മുസ്ലിമാണ്. എല്ലാവരും പോയി നിസ്കരിക്കും, എല്ലാവരും ഖബറിന്റെ അടുത്ത് പോവും, തസ്ബീഹ് ചൊല്ലും, ഒരു കാര്യം ഉണ്ടാവില്ല. ജീവിതത്തിൽ നിസ്കരിക്കാത്ത ഒരാളെ മുസ്ലിമായിട്ടേ പരിഗണിക്കാൻ പറ്റൂല. ഇതൊന്നും ഏതെങ്കിലും വിഭാഗത്തോടുള്ള വെറുപ്പല്ല, ഇത് ഇസ്ലാമിന്റെ ഉള്ളിലെ കാര്യമാണ് ഈ പറയണത്. അപ്പൊ നമ്മുടെ ചിന്ത ആ അർത്ഥത്തിലേക്ക് പോകണം. നമ്മളെ ചിന്തയെ നശിപ്പിക്കുന്ന ഒന്നെന്താണ്? ലഹരിയാണ്, മയക്കുമരുന്നാണ്, MDMA ആണ്. നമ്മൾ ഈ കൊച്ചു കരുനച്ചിയിലും പള്ളിപ്പടിയിലും നിങ്ങളൊന്നിങ്ങനെ ലിസ്റ്റ് ചെയ്ത് നോക്ക് ചെറുപ്പക്കാരെയൊക്കെ. ഞാൻ ഈ മഹലിത്തെ ഒരാൾ എന്ന നിലക്ക്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന നിലക്ക് പറയുമ്പോ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റും. ഞാൻ ആരെയും പേര് പറയണില്ല. പിന്നെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്ക്. പള്ളിക്ക് പോണ വാപ്പാന്റെ മക്കള് കരുനച്ചീത്തെ പള്ളിയിലും പള്ളിപ്പടിയിലെ പള്ളിയിലും അപ്പുറത്തെ പള്ളിയിലും ഇപ്പുറത്തെ പള്ളിയിലും, നമ്മുടെ ഈ നാട്ടിലെ പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ മെമ്പറായിരിക്കുമല്ലോ ഈ നാട്ടിലത്തെ ആളുകളൊക്കെ, മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ആളുകൾ. അവരെ മക്കൾ, അവര് വാപ്പയും മക്കളും ഒരുമിച്ച് കുടിക്കുന്നവരുണ്ട്. എന്താ മനസ്സിലാവായിട്ടാ? എന്നിട്ട് വെള്ളിയാഴ്ച തുണിങ്കുപ്പായം മാറ്റി പള്ളിയിൽ നിന്നിട്ട് എന്താ കാര്യം? എന്താ കാര്യം? അള്ളാന്റെ അടുത്ത് അള്ളാനെ പരിഹസിക്കുക, നമ്മള് അള്ളാനെ കളിയാക്കുക. ഒരു മനുഷ്യന്റെ ബുദ്ധിയെ തകർത്ത് കളയുന്ന ഒന്നാണ് കള്ള്, മദ്യം, ലഹരി, മയക്കുമരുന്ന്. അതിന് ഇസ്ലാം പേരിട്ടത് ഖംറിന. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറിൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും കള്ളാണ്. അത് നിങ്ങൾ എന്ത് പേരിട്ടാലും വേണ്ടില്ല എന്നാണ് നബി പറഞ്ഞത്. അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന എന്തുണ്ടോ എല്ലാം കള്ളാണ്, എല്ലാം ലഹരിയാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന എന്തും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അത് നമ്മളെ ബുദ്ധിയെ തകിടം മറിക്കും.
ചില ആളുകൾ സൈലന്റ് ആയിരിക്കും നോർമൽ അവസ്ഥയിൽ, കുറച്ചടിച്ചാ പിന്നെ ഭയങ്കര വർത്താന, ഭയങ്കര സ്നേഹ. എന്താ? ഓ നോർമലല്ല. അപ്പൊ കാണുന്നവരൊക്കെ അവന്റെ പെങ്ങന്മാരായിട്ട് തോന്നുകയാണ്, കാണുന്നവരൊക്കെ അവന്റെ ജ്യേഷ്ഠന്മാരായിട്ട് തോന്നുകയാണ്. ഭയങ്കര സ്നേഹം, ഭയങ്കര വർത്താനം. അപ്പൊ ആളുകൾ ഇങ്ങനെ പറയാണ്, അവന്റെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം നോർമലല്ല. ഈ നോർമലിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ മദ്യം. അതുകൊണ്ട് ഈ കള്ളാവട്ടെ, ഈ കഞ്ചാവാകട്ടെ, മയക്കുമരുന്നാകട്ടെ, MDMA ആകട്ടെ, എന്തുമാകട്ടെ, അത് ഇസ്ലാം പറഞ്ഞു ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇപ്പൊ നമ്മളെ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞു, ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്ക്. കരുനശ്ശിയിലും പള്ളിപ്പടിയിലും മുസ്ലിങ്ങൾക്ക് എത്ര വീടുണ്ട് പരിശോധിച്ചോളൂ. 2000 വീടുണ്ടോ? ഉണിച്ചന്ത മുതൽ പാലേമാടോ അറനാടമ്പാടോ പെരുങ്കോളോ ആ പായിമ്പാടം വരെ ഒരു 2000 മുസ്ലിം വീടുണ്ട് വിചാരിച്ചോളൂ. അതിനേക്കാളുണ്ടാവും. ഒരു വീട്ടിൽ ഒരാൾ എന്ന നിലക്ക് ഏതെങ്കിലും ഒരു ലഹരി, ഒന്നില്ലെങ്കിൽ കള്ള്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഞ്ചാവ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും MDMA, ഒരു വീട്ടിൽ 2000 വീടുണ്ടെങ്കിൽ 2000 ചെറുപ്പക്കാരെയോ മനുഷ്യന്മാരെയോ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ഒരാൾ മതിയല്ലോ, 2000 വീടുണ്ടെങ്കിൽ 2000 ആളെ കിട്ടാൻ. ഈ ഒരവസ്ഥയിലേക്ക് നാട് മാറിയിട്ടുണ്ട്. ഇത് വെക്കേഷൻ സമയത്ത് പറയുന്നത് മുഴുവൻ ചെറുപ്പക്കാരും കേൾക്കാനാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. കേട്ടില്ല എന്ന് പറയാൻ, അറിഞ്ഞില്ല എന്ന് പറയാൻ, ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ ഒരു ന്യായവും പടച്ചവന്റെ കോടതിയിൽ നിരത്താൻ നമുക്കൊരു അവകാശവുമില്ലാത്ത വിധം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും നന്നാവണം എന്നൊക്കെ ഉണ്ട്, പള്ളിക്ക് വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ആളുകളൊക്കെ ഒരു പ്രത്യേക നോട്ടാ. ആ നോക്കുന്നവർക്ക് വേറെ കുറ്റുണ്ടാവും. അതിന് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു മനുഷ്യനെ നന്നാവാൻ അനുവദിക്കാത്ത ചില ആളുകളുണ്ട്. നീയൊക്കെ നന്നായ എത്ര കാലം നന്നാവും ഞങ്ങൾക്കറിയാം. അത് തീരുമാനിക്കുന്ന ആളല്ല ഈ പറയുന്ന ആള്. അതൊക്കെ അള്ളാന്റെ അടുത്തുള്ള കാര്യമാണ്. അതൊന്നും പറയാൻ നമുക്കാർക്കും അവകാശമില്ല. ഇന്നലെ വരെ മുസ്ലിം അല്ലാത്ത ഒരാളാ, ഇന്ന് മുസ്ലിമായാൽ അവൻ അള്ളാന്റെ രാജപാതയിലേക്ക് വന്ന അതിഥിയാണ്. സന്തോഷത്തോടുകൂടി നമ്മൾ അവരെ സ്വീകരിക്കണം. ആ അർത്ഥത്തിലാണ് അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രമാണങ്ങളുടെ വിഷയം പറയുമ്പോഴോ അവിടെ വേറെ ബുദ്ധിയും യുക്തിക്കൊന്നും സ്ഥാനമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? തഖ്ദീമുൻ നഖ്ലി അലൽ അഖ്ൽ. ഈ വാചകം ഖുതുബയിൽ എല്ലാവരും പഠിച്ചു വെക്കുക. തഖ്ദീമുൻ നഖ്ൽ അലൽ അഖ്ൽ. തഖ്ദീമുൻ നഖ്ലി അലൽ അഖ്ലി. ഒരാൾ പ്രമാണം കിട്ടിയാൽ പ്രമാണത്തെ മുന്തിക്കണം ബുദ്ധിയുടെ മേൽ, ബുദ്ധിയേക്കാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ടൊരു കാര്യം വന്നു. എന്നാ പിന്നെ ഞാൻ എന്റെ ബുദ്ധിയിലിട്ട് ആ ചീനച്ചട്ടിയിലിട്ട് വറുക്കുന്ന പോലെ എന്റെ ബുദ്ധിയിലിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കിയിട്ട് പറയണേ, ഏയ് അത് ശരിയാവില്ല, നിന്റെ സ്ഥാനം ഇസ്ലാം എന്ന് പുറത്താണ്. അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു കാര്യം പഠിപ്പിച്ചാൽ, അത് സ്വഹീഹാണെന്ന് തെളിഞ്ഞാൽ, ഹദീസ് റെഡിയാണെന്ന് മനസ്സിലായാൽ, അവിടെ പിന്നെ നമുക്ക് അഭിപ്രായം പറയാൻ അവസരമില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇസ്രാ മിഅ്റാജ് നടത്തി ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ കാര്യം പറയുമ്പോൾ സദസ്സിലില്ല, പുറത്തുനിന്നാ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു ചോദിച്ചു. പറഞ്ഞു. എന്നാ ഞാൻ വിശ്വസിച്ചു. അള്ളാന്റെ റസൂൽ കളവ് പറയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ കളവ് പറയില്ല. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് 7ാം ആകാശത്ത് പോയി വന്നു എന്ന് റസൂല് പറഞ്ഞാൽ അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. കണ്ട, സിദ്ദീഖ് സത്യപ്പെടുത്തുന്നവൻ എന്ന് പേരിട്ടിയത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാലോ സ്വീകരിക്കണ്ട. നമുക്ക് അന്ധമായി അനുകരിക്കാൻ പറ്റിയ ഒരേ ഒരു നേതാവേ ഉള്ളൂ, അതാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി ആർക്കും തെറ്റുപറ്റും. അതിന് മുമ്പുള്ള നബിമാരെ കുറിച്ചല്ല വേണത്, അവിടുന്ന് ഇങ്ങോട്ട് നബിമാരെ കുറിച്ചല്ല ചർച്ച. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം, എവിടെ തെളിവ്? ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, സ്വഹീഹാണോ ഒക്കെ ചോദിക്കാം. ഉണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ എന്നാലും എന്നൊരു അഭിപ്രായമില്ല, എന്നാലും എന്നൊരു അഭിപ്രായമില്ല. അതാണ് ദീന്.
പരിശുദ്ധ ഖുർആൻ ആയത്തിൽ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, മുഅ്മിനത്തായ ഒരു പെണ്ണിന് അധികാരമില്ല, മുഅ്മിനായ ഒരു ആണിന് അധികാരമില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ അവരുടെ കാര്യത്തിൽ ഒരു സ്വതന്ത്ര അഭിപ്രായം. അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലൊക്കെ അങ്ങനെ ഉണ്ട്, ഹദീസിലൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാലും അങ്ങനെ ഒരു സ്വന്തമായൊരു അഭിപ്രായം സ്വീകരിക്കാൻ മുഅ്മിനായ ആണിനും മുഅ്മിനത്തായ പെണ്ണിനും അധികാരമില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, അങ്ങനെ ആരെങ്കിലും അല്ലാഹുവിനും റസൂലിനും ഈ അർത്ഥത്തിൽ എതിര് കാണിച്ചാൽ, വിമുഖത കാണിച്ചാൽ, അവൻ വ്യക്തമായ വഴികേടിലാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പ്രഖ്യാപിക്കുക. എന്ത് വിഷയം, കണ്ണിന്റെ പുരികം ഷെയ്പ്പാക്കരുത്. ഒരു ഉദാഹരണം, സിമ്പിൾ ഉദാഹരണം പറയാ, കണ്ണിന്റെ പുരികം നിങ്ങൾ ഷെയ്പ്പാക്കരുത്, അല്ലാഹുവിന്റെ റസൂല് വിലക്കിയൊരു കാര്യമാണ്. പിന്നെ അതൊക്കെ എന്താ അത്ര വലിയ കാര്യം, മുസ്ലിമിന് പറയാൻ പാടില്ല. പുരികത്തുനിന്ന് ഒരു രോമം മാത്രം ഇങ്ങനെ വളർന്നിട്ടുണ്ട്, അത് വെട്ട, പുരികം ഷെയ്പ്പാക്കുക. സ്ത്രീകളൊക്കെ കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ ഒരു ലൈനാക്കുക, കണ്ണിന്റെ പുരികം പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാ പിന്നെ നമ്മൾ പിന്നേന്നൊരു അഭിപ്രായം നമ്മൾ പറയാൻ പാടില്ല, പാടില്ല എന്നാ പാടില്ല. ആൺകുട്ടി ചെറുതാകട്ടെ വലുതാകട്ടെ സ്വർണ്ണം ഉപയോഗിക്കരുത് അള്ളാന്റെ റസൂല് പറഞ്ഞതാ. അതിപ്പോ എല്ലാവരും 40 അന്ന് കാണാൻ വരികയാണ്, ഓലൊക്കെ കെട്ടിക്കോട്ടെ, അപ്പ അയച്ചൊക്ക പറ്റില്ല, പാടില്ല എന്ന് തന്നെ പറയണം. അവിടെയാണ് സ്റ്റേണാവാറിന്, അവിടെ അങ്ങനെ ഒരു അഴിഞ്ഞ നിലപാട്. എന്നിട്ട് ഞാനും മുജാഹിദാറി, അത് പറ്റൂല, അത് പാടില്ല, അള്ളാന്റെ റസൂൽ വിലക്കിയതാണ്, അതുകൊണ്ട് അത് പറ്റൂല എന്ന് പറയണം. അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ. എന്താ അങ്ങനെ? അത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ പറഞ്ഞത്. ഗൗരവമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ എടുക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് ഉറപ്പുവരുത്താം. ഇപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റുവീതു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ സ്വഹീഹ. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സ്വഹീഹായ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നു. വലം ആഖുദ് ബിഹി, എന്നിട്ട് ആ സ്വഹീഹായ ഹദീസ് ഞാൻ എടുത്തില്ല. വൽ ജമാഅതു ഫഉഷ്ഹിദുകും അൻ അഖ്ലി ഖദ് ദഹബ, എന്നാൽ എടുക്കാത്ത എന്നെ കുറിച്ച് ആളുകൾ വിലയിരുത്തേണ്ടതും തീരുമാനം എടുക്കേണ്ട എന്താ അറിയോ? ഓന്റെ ബുദ്ധി പോയി, ഓൻ ബുദ്ധിയില്ലാത്ത ആളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ ഒരു ഹദീസ് വന്നു, ആ ഹദീസ് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് ഒരാൾ പറയാണ് ഞാനത് എടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞവന്റെ കേട്ടോ, അത് ഞാനാ പറയുന്നത്, അന്ന അഖ്ലി ഖദ് ദഹബ, എന്റെ ബുദ്ധിയാണ് പോയത്, എന്റെ ബുദ്ധിയാണ് നഷ്ടപ്പെട്ടത്. ആരാ പറഞ്ഞത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണ്, 4 മദ്ഹബിൽ ഒരു ഇമാമിന്റെ നേതാവായി അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്. ചെറുപ്രായത്തിൽ ഖുർആൻ കാണാതെ പഠിച്ച് ഒരുപാട് ഇൽമു നേടിയ ഒരു മഹാവ്യക്തിത്വമാണ് അല്ലേ? അപ്പൊ ഏത് വിഷയത്തിലും ഇപ്പൊ നമുക്കിടയിൽ തന്നെ സംസം വെള്ളത്തെ കുറിച്ചൊക്കെ അഭിപ്രായ ഭിന്നത പറയുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. നമുക്കിടയിൽ എന്ന് പറഞ്ഞാല് സമസ്തയിൽപ്പെടാത്ത ആളുകൾ തന്നെ, തൗഹീദുള്ള ആളുകൾക്കിടയിൽ തന്നെ സംസം വെള്ളം അതിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആളുകൾക്കിടയിൽ ഞങ്ങളതിനെ എതിർക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പറയാണ്, തവാഫ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും കുടിക്കാറുണ്ട്. അങ്ങനെയാണോ പറയേണ്ടത്? സംസം വെള്ളത്തെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു. മാഉ സംസം, സംസം വെള്ളം നിങ്ങൾ എന്തൊന്ന് ഉദ്ദേശിച്ചാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. പ്രത്യേകത അല്ലെങ്കിൽ അങ്ങനെ പറയോ? ഇന്നഹ മുബാറക, അത് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളമാണ്. ഇന്നഹ തുആമു തുഅമിൻ, എത്ര ഹദീസുകളാണ് ഇത്? 1 ആണോ 2 ആണോ 10 ആണോ 50 ആണോ? എത്ര ഹദീസുകളല്ലത്? എന്നിട്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അതിനൊന്നും പ്രത്യേകതയില്ല,
അതൊന്നും കെട്ടിവലിച്ച് വെറുതെ 5 ലിറ്റർ ഗവൺമെന്റ് തരുമ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന മനുഷ്യന്മാർ, പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഉണ്ടായത്? ചേകന്നൂർ എന്ന് പറയുന്ന കേരളക്കരയിൽ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യൻ ഒറ്റയടിക്ക് ഹദീസുകളെ നിഷേധിക്കല്ല ചെയ്തത്. പതുക്കെ പതുക്കെ ഓരോന്നിനും ഇങ്ങനെ തുടങ്ങി അവസാനം വലിയ ഹദീസ് നിഷേധിയും വലിയ ഖുർആൻ നിഷേധിയുമായി മാറുന്നൊരവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് നാളെ നമുക്ക് വലിയ അപകടമാണ് ഉണ്ടാക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിച്ചു തന്നാൽ അത് സ്വഹീഹാണോ എന്ന് അന്വേഷിക്കാനും പഠിക്കാനും അള്ളാഹു തആല നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അത് സ്വഹീഹാണെന്ന് കണ്ടാൽ പിന്നെ നമുക്കൊരു അഭിപ്രായം നമ്മുടെ ഇഷ്ടപ്രകാരം പറയാൻ പാടില്ല. ഇപ്പൊ ഒരു ഹദീസിൽ കാണാം, അൽ ഐനു ഹഖ്ഖുൻ ഇന്നൽ ഐന ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. എന്താ മുസ്ലിങ്ങളുടെ നിലപാട്? കണ്ണേറുണ്ട് എന്നാണ്. ആർക്ക് വലിക്കും നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നവർക്കൊക്കെ വലിക്കോ ഇല്ല നമുക്കറിയില്ല. അതൊക്കെ അള്ളാഹിന്റെ അടുത്തുള്ള കാര്യമാണ്. രോഗം തന്ന് പരീക്ഷിക്കുന്നത് പോലെ അല്ലാഹു തആല കണ്ണേറിലൂടെ ചില ആളുകളെ ഫലിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കുമെന്നത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. പിന്നെ അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. എന്നിട്ട് എത്രയോ ആളുകൾ ഇങ്ങനെ കണ്ണേറുള്ള ആളാന്നൊക്കെ പറയാം. അവരെ മുമ്പിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട്, ഇതെനിക്കൊന്നും പറ്റിയിട്ടില്ല. അതൊന്നും ന്യായമല്ല. ആർക്ക് ഫലിക്കും ആർക്ക് ഫലിക്കൂല അതൊക്കെ അള്ളാഹിന്റെ അടുക്കലുള്ള കാര്യമാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പോരാ, കുട്ടികൾക്കുള്ള റുഖിയ എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ രേഖപ്പെടുത്തിയ പ്രാർത്ഥന ഏതാ? കുട്ടികൾക്കുള്ള റുഖിയ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഹദീസിൽ വന്നപ്പോ രേഖപ്പെടുത്തിയതിൽ ഒന്നിങ്ങനെയാണ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മ. ഇതേതെങ്കിലും ഒരു മുസ്ലിമിന് അറിയാത്തതുണ്ടാവും ഈ പ്രാർത്ഥന? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എന്താ ഇതിന്റെ അർത്ഥം? കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ മുഹമ്മദ് മുസ്തഫ, ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞ്. അപ്പൊ ഈ കണ്ണേറിൽ യാതൊരു പ്രശ്നമില്ലെങ്കിൽ വെറുതെ നമ്മളെ പ്രാർത്ഥിപ്പിക്കുക ആണോ? ഈ പ്രാർത്ഥന സ്വഹിയല്ലേ? ഇത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസല്ലേ? അഊദു ബികലിമാത്തില്ലാഹി താമ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ പ്രാർത്ഥന അറിയാത്ത മദ്രസ പഠിപ്പിക്കണില്ലേ? ഇതെന്തിനാ പഠിപ്പിക്കണേ കുട്ടികളെ? അത് കണ്ണ് സത്യാണെന്നാ പറഞ്ഞത് എന്ന്. അപ്പൊ മൂക്ക് സത്യല്ലേ? അൽ ഐനു ഹഖ്ഖുൻ, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണ് സത്യമാണ്. ആണ്. അപ്പൊ മൂക്ക് സത്യമാണ്, ചെവിയും സത്യമാണ്. പിന്നെ എന്താ കണ്ണിനെ മാത്രം എടുത്തു പറയണത്? കണ്ണിന് ചില പ്രശ്നമുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ചതാണ് ചില ആളുകളെ പരീക്ഷിക്കാൻ. അതാണ് ഹദീസിൽ വന്നത്. അതിനോട് അതിന് പ്രാർത്ഥന പഠിപ്പിച്ചത്. ഖബർ ശിക്ഷ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. എന്ത് ഖബർ ശിക്ഷ? ചില ആളുകൾ വ്യാഖ്യാനിച്ച് പറഞ്ഞു, നമ്മള് സ്വപ്നം കാണുന്ന പോലെയാണ്. നമ്മളിങ്ങനെ ഉപദ്രവിക്കാൻ വരുന്ന സ്വപ്നം കാണും, എന്തോ വീടിന്റെ മേലേക്ക് മറിയുന്നത് സ്വപ്നം കാണും. അപ്പൊ നമ്മളിങ്ങനെ സ്വപ്നത്തിൽ കിടന്ന് പ്രയാസപ്പെടും, പെട്ടെന്ന് നമ്മൾ ഉണരും, സത്യമല്ല നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് ഖബർ ശിക്ഷ. ഇതൊക്കെ നമ്മൾ പറയാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? നടന്നു പോകുമ്പോ ഈ ഖബറിൽ ആരാ കടുത്ത ശിക്ഷ കിട്ടുന്നുണ്ട്? ആരാണ് ഈ ഖബറിൽ? സഹാബികളോട് ചോദിക്കുക. ഇത്ര ക്ലിയറായി വന്നിട്ട് ഈ ഖബറിൽ ആരാ നിങ്ങൾക്കറിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കുക. ചില ആളുകളോട് അറിയില്ല, ചില ആളുകൾ പറഞ്ഞു ഇന്ന ആളാണ്. അവിടെയല്ലേ ഒരു ഈത്തപ്പനന്റെ ഒരു തണ്ട് പൊട്ടിച്ചു വെച്ചതും ഉണങ്ങിപ്പോകുന്നത് വരെയെങ്കിലും ശിക്ഷ കുറച്ചു കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. പടച്ചോനെ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ. ഇല്ലാത്തൊരു കാര്യത്തിന് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ കൊണ്ടാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബർ. ഖബറിന്റെ ഫിത്നയിൽ നിന്ന്, പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, അഭയം നൽകണേ അല്ലാഹ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്.
എന്നിട്ട് മുസ്ലിങ്ങളായ ആളുകൾ തന്നെ പറയാ ഖബർ ശിക്ഷ അതൊക്കെ വെറുതെ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയണാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയാൽ അല്ലാഹു തആലയുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ വർത്തമാനമായി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂക്ഷിച്ചു വേണം നമ്മൾ ദീനിനെ കുറിച്ച് സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ. ഈ സദസ്സിൽ പണ്ഡിതന്മാരുണ്ട്, ഈ പള്ളിയിൽ ധാരാളം പഠിച്ച ആളുകളുണ്ട്, അല്ലേ? നമ്മളൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും കളിയാക്കാൻ പാടില്ല. എല്ലാവർക്കും എല്ലാ സുന്നത്തും എടുക്കാൻ പറ്റണമെന്നില്ല, അത് വേറെ. പക്ഷെ ഒരു ഇസ്ലാമിൽ വന്ന ഒരു ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ പരിഹസിക്കുമ്പോൾ അത് ദീനിന്ന് പുറത്തു പോകുന്ന കാര്യവും. ആ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഖുർആന്റെ ആയത്താണ്. ഒരു മുഅ്മിനിന് അധികാരമില്ല, ഒരു മുഅ്മിനത്തിന് അധികാരമില്ല. അള്ളയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ഒരു സ്വതന്ത്ര അഭിപ്രായം സ്വീകരിക്കാൻ നമുക്കില്ല. അഞ്ഞ് കണ്ണേറിൽ സത്യം ഉണ്ടാവും വിചാരിച്ചിട്ട് ജോലിസിന്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. അതാണ് പ്രത്യേകത. ഇത് അനുവദിച്ച പ്രാർത്ഥന പറയുക, അനുവദിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അനുവദിച്ച പ്രാർത്ഥന പറയുക, കുട്ടികളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ ഓതാൻ പറയുക, നിസ്കരിക്കാൻ പറയുക, അവരെ ചേർത്ത് പിടിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യുക. അതിന്റെ അപ്പുറം കണക്കന്റെ അടുത്തും ജോലിസന്റെ അടുത്തും തങ്ങളുടെ അടുത്തും ബീവിന്റെ അടുത്തും പോയി നൂലൂതി കെട്ടി വാങ്ങാൻ പറ്റുമോ? പറ്റില്ല, ശിർക്കാണ്. ആ രണ്ടും ചേർത്ത് വായിക്കണം. സിഹറിന് സത്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ, അല്ലേ? ഒരു കിണറിലാണ് സിഹർ ചെയ്തത്, ആ കിണർ മൂടാൻ പറഞ്ഞു. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. മുടിയും ചീർപ്പും ഒക്കെ ആയി ബന്ധമുണ്ടായിരുന്നു ആ സിഹറിന്റെ ഉപകരണങ്ങൾക്ക്. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സിഹർ ബാധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അല്ലേ? അത് അള്ളാഹ് അറിയിച്ചു കൊടുത്തത് മുഖേന അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രശ്നമില്ലാതെ അത് അവസാനിപ്പിച്ചു. അപ്പോ സിഹറിന് സത്യമുണ്ട്. ഒരാൾ നമുക്കെന്തോ സിഹർ ചെയ്തിട്ടുണ്ടാവും വിചാരിച്ച് കുട്ടിച്ചാത്തനെ പോയി കാണല പാടില്ല. തിരിച്ച് സിഹർ ചെയ്യാൻ ഏതെങ്കിലും ഈ ജോത്സ്യന്റെ അടുത്തോ ഇതുപോലെ തട്ടിപ്പ് വിദഗ്ധന്മാരുടെ അടുത്തോ പോലാണോ? പാടില്ല. ഇസ്ലാം 7 മഹാപാപങ്ങൾ എണ്ണിയപ്പോ കടുത്ത പാപമായി എണ്ണി ഏറ്റവും കടുത്ത പാപം അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുൽ ശിർക്ക് വക്കലാണ്. തുടർന്ന് എണ്ണിയപ്പോ അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അസ്സിഹർ, സിഹർ ചെയ്യലാണ്. ഈ സിഹർ ഒരു പ്രശ്നമില്ലെങ്കിൽ മഹാപാപത്തിൽ എണ്ണോ? അല്ല, എണ്ണിയതാ ഏതെങ്കിലും ഇല്ലാത്തതാ? ശിർക്കയിൽ ലോകത്തില്ലേ? കൊലപാതക ലോകത്തില്ലേ? യുദ്ധത്തിന് തിരിഞ്ഞോടൽ ലോകത്തില്ലേ? സിഹർ മാത്രം ഇല്ലാത്തത് എണ്ണിയതാ? അത് ലോകത്തുള്ളതാണ്. പക്ഷേ നമുക്ക് തിരിച്ച് സിഹർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മളും എന്തായി? ഓലെ പോലെ ശിർക്ക് ചെയ്തവരായി. എന്താ ഇതിൽ പോംപടി? അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ധാരാളമായി അള്ളാഹുവിലേക്ക് ആ അഭയം തേടിക്കൊണ്ടുള്ള ദുആ നടത്തുക, അനുവദിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുക. അതാണ് ഇസ്ലാമിന്റെ വീതി. വിഷയത്തെ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അല്ലാഹു തആല പഠിക്കുന്ന, ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സർവശക്തനായ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരെന്ന നിലക്ക് പോരായ്മകളും പിഴവുകളും അബദ്ധങ്ങളും നമുക്കൊക്കെ ഉണ്ട്. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട്, അപാരമായ കാരുണ്യം കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രാർത്ഥന അത് അല്ലാഹുവിലേക്ക് മാത്രം, ഇബാദത്ത് അല്ലാഹുവിലേക്ക് മാത്രം. പ്രാർത്ഥനയുടെ ഒരു അംശം അല്ലാഹുവിലേക്കല്ലാതെ ഒന്നിലേക്കുമില്ല. അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യം മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കാണ്. വിശദീകരിച്ച് പറയല്ല, 2 വാചകം പറയാനാണ്. എങ്ങനെ? ഹയ്യായ, ഖാദിറായ, ഹാദിറായ. എന്താ ഹയ്യ്? ജീവിച്ചിരിക്കണം. എന്താ ഖാദിർ? കഴിവുണ്ടാകണം. എന്താ ഹാദിർ? സ്ഥലത്തുണ്ടാകണം. അപ്പോ എന്റെ മുമ്പിൽ ഒരാളുണ്ട്, ഞാൻ റോഡിൽ ഇരിക്കുക, അയാൾ ജീവിച്ചിരിക്കുന്ന ആളാണ്, എന്റെ മുമ്പിലുണ്ട്, അയാൾക്ക് കഴിവുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു
ഒരു 50 രൂപ കൊണ്ടാണ്. അത് അനുവദിക്കപ്പെട്ട നമ്മൾ തമ്മിലുള്ള ഇടപാടുകളാണ്. അത് ജിന്നിനോടാണെങ്കിലോ, ജിന്ന് ഹയ്യാണ്, ജിന്ന് ഖാദിറാണ്, ജിന്ന് ഹാദിറാണെന്ന് വിചാരിച്ചോളി. നമുക്കറിയില്ല, നമ്മൾ കാണാത്ത സൃഷ്ടിയ ഉണ്ടെന്ന്. ആ കുറേ പണ്ഡിതന്മാരെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. എന്താ സലഫികൾ പറഞ്ഞത്? അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല, അത് ശിർക്ക് ആരോട് ചോദിച്ചാലും. എന്നാൽ ഇവിടെ ഒരു ജിന്നുണ്ട്, ഹാദിറാണ്, ഖാദിറാണ്, ഹയ്യാണ് എന്ന് അയാൾക്ക് തോന്നുകയാണ്. എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, എന്തൊക്കെ തോന്നുന്നുണ്ട്. ചോദിക്കരുത്. ഉണ്ടോ? എന്താ പറഞ്ഞ്? ചോദിക്കരുത്. മനുഷ്യനോടാണെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാം, ഇവരോടോ ചോദിക്കരുത്. ഒരു ഇടപാടും നടത്തരുത്. അള്ളാഹിനോട് ചോദിക്കേണ്ടത് മാത്രമായ ചോദ്യം ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും ശിർക്ക്. ഇനി സാധാരണ മനുഷ്യനോട് ചോദിച്ച പോലൊരു സഹായം, എന്തോ രച്ചയും പുളിയൊക്കെ കേട്ട് നമുക്കൊന്ന് തോന്നി എന്ന് ചോദിച്ചാലോ ചോദിക്കരുത്. എന്താ അങ്ങനെ ചോദിച്ചാൽ ശിർക്കാവോ? നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ. ചോദിക്കരുത്. വസീലത്തുനില ശിർക്ക്. ഇങ്ങനെ നിങ്ങൾ വല്ല ചോദ്യങ്ങളും തുടങ്ങിയാൽ നിങ്ങളെ ശിർക്കിലെത്തിക്കും. അതുകൊണ്ട് ഒരു ചോദ്യവും പാടില്ല. കണ്ടോ എത്ര ക്ലിയറാ? ഒന്നും ചോദിക്കരുത്, ഒരു ഇടപാടും നടത്തരുത്. ഇതാ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞെന്ന്. അതിന് അത് മനസ്സിലാക്കാതെയാണ് ആളുകൾ പറഞ്ഞത് കണ്ടോ ജിന്നിനോട് പ്രാർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് ഖുതുബയിൽ പറയണം എന്താ അറിയോ? തെറ്റിദ്ധാരണകൾ മാറാനാണ്. ഇതൊരു അങ്ങാടിയിൽ ചിലപ്പോൾ വെച്ചാൽ എല്ലാവരും കേൾക്കണമെന്നില്ല. അതുകൊണ്ടത് പറഞ്ഞു തരുന്നത്. ഒരു ഇടപാടും പാടില്ല എന്നാ പറയണത്. മനുഷ്യരെ പോലെ വേറെ സൃഷ്ടിയാണ് ജിന്ന്. അള്ളാഹു ഇവിടെ വെച്ചതാണ്. ഖുർആന്റെ ആയത്തിൽ പറഞ്ഞില്ലേ, മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിന് വേണ്ടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കുറെ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ജിന്നുകളുണ്ട്. നിങ്ങൾ ഒരു ഇടപാടും അവരോട് ചോദിക്കരുത്. അപ്പൊ പിന്നെ എന്താ ശിർക്ക് എന്നാണ് പറഞ്ഞുകൂടെ എന്നാ ചോദിക്കുക. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യം മനുഷ്യനോട് ചോദിച്ചാലും ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ശിർക്കാണ്. 100% ശിർക്കാണ്. ഒരു തർക്കമേയില്ല, ഒരു തർക്കമേയില്ല. എന്നാൽ ചിലപ്പോ മനുഷ്യൻ ചില ഉപദ്രവങ്ങൾ മനുഷ്യന് ഉപദ്രവങ്ങൾ വരുത്തും. ഇപ്പൊ ഒരു ഖുത്ബയിൽ നിങ്ങൾ കേട്ടില്ലേ, ജിന്നുകൾ ശൈത്താൻ പിന്നെ മനുഷ്യന് അസ്വസ്ഥത മാത്രമേ ഉണ്ടാക്കുള്ളൂ, മാനുഷിക ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ ഉപദ്രവം വരുത്തുകയോ പ്രവേശിക്കുകയോ ചെയ്യുകയില്ല എന്ന് പ്രസംഗിച്ചില്ലേ. ഉടനെ പണ്ഡിത സഭ ജമിയത്തുൽ ഉലമ വിളിച്ചിട്ട് തിരുത്തി കൊടുത്തു. അങ്ങനെ പറയരുത് കേട്ടോ, ജിന്ന് ശരീരത്തിൽ ഉപദ്രവം വരുത്തും, അതുകൊണ്ട് മാറ്റി പറയും. എന്തിനാ മാറ്റി പറയിപ്പിച്ച്? ഇല്ലെങ്കിൽ പിന്നെ മിണ്ടാന്ന പോലെ എന്തിനാ മാറ്റി പറയിപ്പിച്ച്? എല്ലാവരും കണ്ടില്ല വീഡിയോ? എന്തിനാണ് മാറ്റി പറയിപ്പിക്കുന്നത്? പടച്ചോനെ പേടിച്ചിട്ട്, പരലോകത്തെ ഭയപ്പെട്ടിട്ട്. അള്ളാഹുവിന്റെ ഖുർആനിലും തിരുസുന്നത്തിലും വന്നൊരു കാര്യത്തിനെതിരെ നമ്മൾ പറയാൻ പാടില്ല. ഈ ശിഹാബ് എന്ന ഞാൻ ഖുത്ബ പറഞ്ഞു, എന്റെ വാക്കിൽ മിസ്റ്റേക്ക് വന്നാൽ എന്നെ വിളിച്ച് എന്നേക്കാൾ ഇൽമു നേടിയ ഒരു പണ്ഡിതൻ വിളിച്ചിട്ട് ആ പറഞ്ഞ ശരിയല്ലോ തിരുത്തി പറയണം. 10,000 മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണീരോടുകൂടി മാപ്പ് പറയാൻ റെഡിയാ. ഇത് പരലോകത്തിന്റെ കാര്യമാണ്. ഇത് പരലോകത്തിന്റെ കാര്യമാണ്. ഇവിടെ ജയിക്കാനും തോൽക്കാനും ഉള്ളതല്ല. അതിനാ പറഞ്ഞു കൊടുത്തത്. അതിന്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റി, വസ്വാസ് മാത്രമല്ല ഉണ്ടാക്കുക, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും, ഉപദ്രവം ഉണ്ടാക്കും. അപ്പൊ എന്തൊക്കെ അസ്വസ്ഥതയൊക്കെ തോന്നുമ്പോ ആരെങ്കിലും ഏതെങ്കിലും സംസാരമൊക്കെ നടത്തുകയാണ്. അങ്ങനെ ഒരു സംസാരം നടത്തല്ലേ. അങ്ങനെ നടത്തിയാൽ നമ്മൾ ശിർക്കിലേക്കായി പോകും. അതുകൊണ്ട് അവരുമായുള്ള ഒരു ഇടപാടും വേണ്ട. മനസ്സിലായില്ലേ? എന്നാലോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള നിഷേധിക്കാനും പാടില്ല. ഇത്രേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ പഠിക്കണം, എല്ലാവരും പഠിക്കണം. അള്ളാന്റെ ദീനാണിത്. നമ്മളെ കുട്ടിക്കോ നമ്മളെ ഭാര്യക്കോ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കോ ഈ അർത്ഥത്തിലൊരു അസ്വസ്ഥത വരുമ്പോഴാണ് അത് ഹക്കാണ് മനസ്സിലാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനായിട്ട് പഠിക്കുക, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്ത് നടത്തുക. എല്ലാ നേർച്ചകളും അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് മാത്രം. ഒരു നേർച്ച റബ്ബല്ലാത്ത ഒരാളിലേക്ക് പോയ ശിർക്ക്. അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു ദുആഇന്റെ ഒരു വരി, ഒരക്ഷരം റബ്ബല്ലാത്ത മലക്കാവട്ടെ ജിന്നാവട്ടെ ഏതെങ്കിലും മഹാത്മാവട്ടെ ശിർക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹ് പൊറുക്കാത്ത പാപാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹ് പൊറുക്കാത്ത പാപം. ആ നിലക്ക് ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൽബുദ്ധിയും
സന്മനസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരെയും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ അല്ല ദീന്. പരസ്പരം മനസ്സിലാക്കാനും അടുത്തിരിഞ്ഞ് സംസാരിക്കാനും എന്നിട്ട് അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കൈമാറാനും ഒക്കെയുള്ളതാണ് ദീന്. ആ അർത്ഥത്തിൽ ദീനിനെ പഠിക്കാൻ, പ്രമാണങ്ങളെ വെച്ച് പഠിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വച്ചത്, അമാനി മൗലവിയുടെ തഫ്സീർ അടക്കമുള്ള തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വന്നത്, ഇനിയും തന്റെ ഇടത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടുകൂടി ഈ ദീനിന്റെ പ്രബോധനം നടത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആനിലും സുന്നത്തിലും വന്നത് അതുപോലെ ആരെയും ഭയപ്പെടാതെ കൃത്യതയോടുകൂടി സംസാരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വാക്കിലോ പ്രവൃത്തിയിലോ അള്ളാഹു എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. ഖുത്ബകൾ, പ്രസംഗങ്ങൾ, ക്ലാസുകളൊക്കെ എടുക്കുമ്പോൾ വിചാരിക്കാത്ത വല്ല അക്ഷരങ്ങളോ സെന്റൻസുകളോ പുറത്തു വരുന്നുണ്ടെങ്കിൽ തിരുത്തി വായിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുവെ സമൂഹത്തിന് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. ആ മൺമറഞ്ഞു പോയവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെ വെച്ചാണ് ഞങ്ങളുടെ മരണം എന്ന് ഞങ്ങൾക്കറിയില്ല. അള്ളാഹുവെ, സർവശക്തനായ അള്ളാഹുവെ, റബ്ബേ, ആ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിങ്ങളായതിന്റെ പേരിൽ വേദനിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ആശ്വാസം കൊടുക്കണേ അല്ലാഹ്. അറുതി ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. പോംവഴി ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ ക്യാൻസറിൽ കിടക്കുന്നവർ, അള്ളാഹുവെ, ചെയ്യാത്ത കുറ്റത്തിന് ജയിലുകളിൽ കിടക്കുന്നവർ, അള്ളാഹുവെ, നിരപരാധികളാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നവർ പലരുമുണ്ട്. അവർക്കൊക്കെ നീ ആശ്വാസം കൊടുക്കണേ അല്ലാഹ്. മാറാ രോഗങ്ങളിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, വയറ് സംബന്ധമായ അതിശക്തമായ വേദന കൊണ്ട് മരിച്ചാൽ ഖബർ ശിക്ഷയ്ക്ക് വരെ ഇളവ് സംഭവിക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ള കടുത്ത വേദനിപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഉപ്പമാർ, ജ്യേഷ്ഠാനിയന്മാർ, മക്കൾ പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ ഞങ്ങൾക്കും മുൻഗാമികളായ ഞങ്ങളുടെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുൽ, ശുഹദാക്കളായ സച്ചരിതരായ നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ അവരോടൊപ്പം പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.